ശ്രീകൃഷ്ണന്റെ മഹാഭക്തനും കവിയുമായ വൃദ്ധനായ പൂന്താനം എല്ലാ മാസവും ഗുരുവായൂർ ദർശനത്തിനായി ദീർഘദൂരം നടക്കുമായിരുന്നു. ഒരിക്കൽ വഴിയിൽ വെച്ച് ചില കൊള്ളക്കാരുടെ ആക്രമണത്തിന് ഇരയായി. അപകടം തിരിച്ചറിഞ്ഞ പൂന്താനം ഭയത്തോടെ കണ്ണുകൾ അടച്ചു. കൃഷ്ണ, ഗുരുവായൂരപ്പ എന്ന് നിലവിളിച്ചു. ശ്രീകൃഷ്ണൻ ധരിച്ചിരുന്ന വനമാലയുടെ സുഗന്ധം ചുറ്റും പരന്നു. അദ്ദേഹം കണ്ണുകൾ തുറന്നപ്പോൾ സാമൂതിരി രാജാവിന്റെ മന്ത്രിയായ മങ്ങാട്ടച്ചൻ തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. ചുറ്റും കൊള്ളക്കാരുടെ മൃതദേഹങ്ങളും അദ്ദേഹം കണ്ടു. ആശ്വാസം ലഭിച്ച പൂന്താനം, കൃഷ്ണ, നിന്റെ ലീലകൾ അത്ഭുതകരമാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം തന്റെ വിരലിൽ നിന്ന് മോതിരം ഊരി മങ്ങാട്ടച്ചൻ സഹായത്തിനായി സമ്മാനിച്ചു. ആ രാത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാരി സ്വപ്നത്തിൽ കുഞ്ഞുകൃഷ്ണനെ കണ്ടു. കൃഷ്ണൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു മോതിരം കാണും, അത് പൂന്താനത്തിന് കൊടുക്കുക. പിറ്റേന്ന് ക്ഷേത്രം തുറന്നപ്പോൾ പൂജാരി ആ മോതിരം കണ്ടു അതിശയിച്ചു. പിന്നീട് പൂന്താനം പതിവ് ദർശനത്തിനെത്തി. പൂജാരി ആ മോതിരം നൽകി സംഭവിച്ചതു എല്ലാം പറഞ്ഞു. മങ്ങാട്ടച്ചനായി വന്നത് ഗുരുവായൂരപ്പൻ തന്നെ എന്നറിഞ്ഞ പൂന്താനം കണ്ണു നിറഞ്ഞു. എന്റെ കൃഷ്ണ, കണ്ണാ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു കരഞ്ഞു.